ഹലോ, ഞാൻ നിങ്ങളുടെ ആൻസി. അപ്പോൾ ഇന്ന് നമ്മൾ പറമ്പ് ക്ലീനിങ് ആയിട്ട് പണി കുറച്ചായി ക്ലീൻ ചെയ്യാനായിട്ടിരിക്കണേ. അപ്പോൾ മൊത്തം കാട് കയറി പുല്ലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പുല്ലിലൊക്കെ മരുന്ന് തളിച്ചിട്ടായിരുന്നു. അപ്പോൾ പുല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ നടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു മത്ത കിടന്നേച്ച് ഞാൻ കണ്ടില്ല. മരുന്ന് തളിച്ചപ്പോൾ ആ മത്തയിലും കൂടി തളിച്ചു പോയതുകൊണ്ട് പിന്നെ ഞാൻ ആ മത്തങ്ങ എടുക്കാൻ പോയില്ല. പക്ഷെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അവിടെയൊന്നും ഞാൻ തളിച്ചില്ല. അവിടെ ചേമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊന്നും തളിച്ചില്ല. ബാക്കിയുള്ളവർക്കൊക്കെയാണ് തളിച്ചത്. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ട് വേണം. അപ്പോൾ എന്നെ ഒരാളും കൂടി സഹായിക്കാനുണ്ട്, നമ്മുടെ അമ്മൂസും വന്ന് എന്നെ ചവറുമാന്തി കൂട്ടാൻ സഹായിക്കട്ടെ. ഇതൊക്കെ വാഴയുടെ കുറേ കച്ചിയൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ടിച്ചിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പണിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടുമൂന്ന് വാഴയൊക്കെ പറിച്ച് നടാനുണ്ട്. ഏത്തവാഴ രണ്ടുമൂന്നെണ്ണം പറിച്ച് നടണം. പക്ഷെ ഇവിടെ ഒന്ന് പുല്ലൊക്കെ വെട്ടി ക്ലീൻ ചെയ്താലല്ലേ നടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏട്ടന് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെൻഡിങ് അല്ല, അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടി കൂട്ടി വെക്കുവാണ്. കൂട്ടിയിട്ട് വേണം കത്തിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി അങ്ങ് നീക്കി പുല്ലുള്ളവർക്ക് നീക്കിയിടുവാണേ. ഞങ്ങൾ അങ്ങാട് നീക്കി ഇതാക്കിയില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ വാഴ കുലച്ചായിരുന്നു, അത് ഒരെണ്ണം വെട്ടിയായിരുന്നു. ഇനി ഒരു വാഴയും കൂടി കുലച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഇച്ചിരി പണിയാണ്. അത് അങ്ങാട് ചാഞ്ഞ് ഇറങ്ങുന്നതുകൊണ്ട് അതിന് ഇതിൻ്റെ ഇടയിൽ ഇനി ഒരു തൂണ് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് മറിഞ്ഞ് അപ്പുറത്ത് അവരെ വീട്ടിയിട്ട് വീഴും. അവരാണെങ്കിൽ അവിടെ കോവലും പടർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിയിട്ട് വീണ് കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടിപ്പോവില്ലേ. അപ്പോൾ ഏട്ടനല്ല ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ഒരാളെ നിർത്തി ചെയ്യിപ്പിക്കാമെന്ന് ഓർത്തെ. പക്ഷേ പൈസ ഇല്ല, അതുകൊണ്ട് ആളെ നിർത്തിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ചെയ്തേക്കാമെന്ന് ഓർത്ത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് തളിച്ചത്. അല്ലെങ്കിൽ ഒരാളെ നിർത്തുവാൽ മിനിമം ഒരു ദിവസം 1000 രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ മരുന്ന് മേടിക്കാനായാലും 10-200 രൂപ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് അത് വെച്ച് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് അടിച്ചു കൂട്ടി കത്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇനി വാഴ പറിച്ച് നടാനായിട്ട് ഒരാളെ വിളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറിച്ച് നോക്കി, പക്ഷെ ആവണില്ല. അത് തന്നെയല്ല, വാഴ നടാൻ നല്ല കുഴിയും എടുക്കണമല്ലോ. ഒക്കെ അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് ഇങ്ങനെ പണിയെടുത്ത് വലിയ ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. ചേനാറിൽ ചെയ്യുമ്പോൾ അതിനൊന്നും വലിയ കുഴി വേണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കോവൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പുല്ലൊക്കെ ഉണക്കിയിട്ട് വേണം ഇനി അടുത്ത് നടാനായിട്ട്. അപ്പോൾ ഈ പുല്ലെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പണി ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, സീ യു.